സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇതങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ കണക്കിന് പുതിയ അടിപൊളി TNT കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതൊരു മൈൻക്രാഫ്റ്റ് വേൾഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാൾ ഈ മൈൻക്രാഫ്റ്റൊക്കെ എടുത്തിട്ട്. ആൻഡ് ഇത് പുതിയൊരു മോഡായതുകൊണ്ട് തന്നെ ഇതിൽ നോക്കി പുതിയ ടൈപ്പ് വില്ലേജും അതേമാതിരി തന്നെ എന്തൊക്കെയോ ബയോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സുന്ദരനും സുമുഖനുമായ ഈ ഒരു സ്ഥലത്തിന് നമ്മളിന്ന് ബോംബിട്ട് തകർക്കാൻ പോവാണ്. മോനെ ഗൈസ്, നമ്മളിന്ന് കുറേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് TNT ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിൽ കുറച്ച് TNT നമ്മൾ കയ്യിലെടുത്തിട്ടുള്ളൂ. ബാക്കി TNT നിങ്ങൾ കാണുക. എൻ്റെ മോൻ എത്ര സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു ഏരിയ. ഞാൻ ഈ ഒരു ഏരിയ ചൂസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വില്ലേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. നമുക്ക് നേരെ സർവൈവലിലോട്ട് തന്നെ പോവാം. ഇതിൽ ഈ വില്ലേജ് നമുക്ക് ആരിത് ഗൊറില്ല? അയ്യോ, കടിക്കോ? ഇല്ലല്ലോ, ഗൊറില്ലൊക്കെ ഗൈസ്. ഇത് അയൺ ഗോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്തൊരു സുന്ദരമായ സ്ഥലമാണ് മോനെ ഈ സ്ഥലം. ഇതിവിടെ വീഡിയോകളൊക്കെ ഉണ്ടാവില്ല, വെറൈറ്റി വരുന്നുണ്ട്. ഞാനതിന് തീയിട്ടു. ലെതർ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ ജംഗിൾ ലോക്ക്? ഓക്കെ, ഇതോ മഹോഗണി എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. നാവൊക്കെ കിടന്ന് കളിക്കും. മീൻസ് അപ്പോൾ നമ്മുടെ വീഡിയോ TNT കുറിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ ഇങ്ങോട്ട് പോയേക്കാം. ഫസ്റ്റ് നമ്മളെല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ സ്റ്റാർട്ടിങ് വിത്ത് അവർ നോർമൽ TNT നമുക്ക് ഇവന്മാരുടെ മുട്ടിലിട്ട് ഇങ്ങനെ പൊട്ടിച്ചേക്കാം. അല്ലേ? അയ്യോ, കടിക്കൂ? കത്തിച്ചിട്ട് ഓടിയേക്കാല്ലേ, അല്ലെങ്കിൽ ഇവന്മാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോളൂ. ഓ, ഇതെല്ലാവർക്കും അറിയുന്നല്ലേ. കൂടുതൽ എക്സ്പ്രഷൻ ഇല്ലാണ്ടാവുന്നില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന TNT ആണ്. അപ്പോൾ ഇതിന് റെയിലിങ്സ് ഉണ്ടല്ലേ. ആക്ച്വലി ഞാനിത് എന്തിനെടുത്ത് എൻ്റെ ആവശ്യമില്ല, നോർമൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ TNT × 5x കത്തുന്ന TNT ആണ് ഈ അടുത്തതുള്ളത്. ഇവന്മാരുടെ മൂട്ടിലിട്ട് പൊട്ടിച്ചേക്കാം. നമുക്ക് 5 ഇരട്ടി ശക്തിയുള്ള TNT ആണ് നമ്മളിപ്പോൾ പൊട്ടിക്കുന്നത്. അയ്യോ, നേരത്തേക്ക് വരുമോ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കും. വളരെ പൂട്ട് തുറന്നപ്പോൾ ഇതിനെടുത്ത് തുറന്നു നോക്കി. കാരണം മോനെ ഇത് നോക്കി, നിങ്ങൾ 5x TNT ഉണ്ടാക്കിയ ഡാമേജാണ് നിങ്ങൾ കാണുന്നത്. സംഭവം കുറച്ചുകൂടെ കൂടെ വലുതായി കേസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5x അല്ല, 20x TNT. നമുക്കില്ലേ ഈ വീടിൻ്റെ അടിയിൽ വെച്ചാണ് പൊട്ടിക്കാം. നമുക്ക് എത്ര ഡാമേജ് കിട്ടും നോക്കിയേക്കാം. സംഭവം എന്നറിയോ, മാറി നിൽക്കണതാണ് സേഫ്. ഇപ്പോൾ സർവൈവൽ നിന്നതാണ് വെച്ചാൽ ശവപ്പെട്ടിയായതിനെ വീണ്ടും. ഓ ഗൈസ്, ഇത് ഓക്കെ 20x TNT എങ്ങനെ? അങ്ങനെയാണെങ്കിൽ 100x എങ്ങനെയുണ്ടോ ഗൈസ്? ഐ ആം റെഡി ടു ബ്ലോ മൈ PC. 100x TNT ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അത് ഈ മലയുടെ മുകളിൽ വെച്ചിട്ട് അതാണ് നല്ലത്. ഓക്കെ ഗൈസ്, നമ്മൾ മലയുടെ ഏതോ ഒരു ഭാഗത്ത് ഒരു 100x TNT വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളിത് പൊട്ടിച്ചിട്ട് കുറച്ചങ്ങനെ മാറിക്കട്ടോ. കാരണം എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. പക്ഷേ PC എനിക്ക് വയ്യ. ഓക്കെ, സോ ഓ മോനെ, ഓ ഗൈസ്, ഓ മാൻ, ഇതൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ 500x എങ്ങനെയായിരിക്കും? അവനൊക്കെ ഇത് കണ്ടുപിടിച്ചപ്പോഴും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ഇനി ഇവിടെ ആ ജംഗിളിൻ്റെ ഇതൊക്കെ ഉണ്ട്. ജംഗിളിൽ എന്താ ടെമ്പിളും എന്താ സംഭവം പറയില്ല. 500x TNT എങ്ങനെയായിരിക്കും ഗൈസ്? എനിക്ക് വയ്യ ആലോചിക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിത് കത്തിച്ച് നോക്കാതെ നല്ലത്. ഓടിക്കോ, എനിക്ക് വയ്യ, തിരിഞ്ഞു നോക്കാൻ തന്നെ പേടിയാവും.
കേസ് 500x TNT ലോഡിങ്. എൻ്റെ ലാപ്ടോപ്പും പൊളിയുന്നു. ആ പോയി എല്ലാം പോച്ച്. ഇല്ല വന്നു. ഓ ഗൈസ്, വേൾഡിൽ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ സംഭവം ഇത് ഓക്കെ. നിങ്ങൾ ഇതാ വെള്ളമൊക്കെ എങ്ങനെ ആകായോ? ഇതെന്ത് വെള്ളമാണ് ഗൈസ്? പകുതി ദൂരം പോകുന്നതാണോ? ഓ ഓക്കെ. അതാ ഇതെൻ്റെ പീസിലാകായതാണോ അത് വേൾഡിലായി അടിച്ചു പോയതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് വെള്ളമൊക്കെ പകുതി ദൂരം വന്നിട്ട് സ്റ്റാച്ചു നിൽക്കുന്നു. എനിക്കൊന്ന് TNT സ്റ്റാച്ചു വിളിച്ചു തോന്നുന്നുണ്ട്. ഇതാണ് ഗൈസ് 500x. ഇങ്ങോട്ട് ഡാമേജ് ഉണ്ട് ഗൈസ്. അവിടെ മുതൽ ഇവിടം വരുമോ? അപ്പോൾ നമ്മൾ വലിയൊരു ഏരിയയിൽ ചെയ്യേണ്ടതായിരുന്നു, വെള്ളമില്ലാത്ത ഏരിയയിൽ. എങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ PC ശവപ്പെട്ടി ആയേനെ ഉറപ്പായിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ 500x TNT കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ആക്ച്വലി ലക്കി ബ്ലോക്കിൻ്റെ ഒരു വേൾഡും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് TNT ആണ് കോബിൾ സ്റ്റോൺ ഹൗസ് TNT. ഇത് ഓർഡർ മൊത്തം മാറി, ഞാൻ ഓർഡറിൽ വെച്ചതായിരുന്നു. ഈ കോബിൾ സ്റ്റോൺ ഹൗസ് TNT എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കത്തിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ പണി തരും. എന്താല്ലേ, പട്ടിപ്പണി എടുക്കാനൊക്കെ റെഡി ആയിരിക്കുന്നു. അതുമാതിരിയുള്ള വേറെ റേറ്റാണ് നമ്മുടെ വുഡ് ഹൗസ്. വുഡ് ഹൗസ് ഇതാരത്? ഓക്കെ, വുഡ് ഹൗസ് TNT. ഇതായത് ഉറുമ്പോ? ഓ അവന്മാർ പണിയെടുക്കുന്നു, ഞാനാണെങ്കിൽ കത്തിച്ച് മുട്ടത്. അയ്യോ, പക്ഷെ നമ്മൾ ഉറുമ്പിൻ്റെ കൂടെ അല്ലേ ഇവിടെ പൊട്ടിച്ചിട്ട് അവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, വുഡ് ഹൗസ് TNT കൊള്ളാട്ടോ. നമ്മളിടയ്ക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഗൈസ്, ഈ ഒരു വീട് കൊള്ളാട്ടോ. നമുക്കിനി സർവൈവലൊക്കെ കളിക്കുകയാണെങ്കിൽ, ലക്കി ബ്ലോക്കൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ ഈ സാധനം കിട്ടിക്കാൻ ഭയങ്കര ഉപകാരമായിരിക്കും അല്ലേ? ഇതൊക്കെ the next TNT is flat TNT. ഫ്ലാറ്റ് ആവുന്ന TNT. ഓക്കെ, ഫ്ലാറ്റ് ആവണത് ഫ്ലാറ്റ് ഉണ്ടാക്കി തരുന്ന കണ്ടിട്ട് ഫ്ലാറ്റ് ആക്കുന്ന തോന്നി. നമുക്ക് ഫ്ലാറ്റ് ആവില്ലെന്ന് നോക്കിയത് റെഡി ആയിരുന്നു. ഓക്കെ, ഓ that's pretty nice. ഇതിൻ്റെ അടുത്തുള്ളത് പൊട്ടിക്കാൻ പറ്റില്ല. അവിടെ ഒന്നും ഉണ്ടാക്കത്തില്ല അല്ലേ? പക്ഷെ ഇതൊരു ഏരിയ തന്നെ നമുക്ക് ക്ലീനൊക്കെ തരും. കിണർ കുത്താനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. വീട്ടിലാരെങ്കിലും കിണറൊക്കെ കുത്താൻ വരുന്നുണ്ടെങ്കിൽ വരണ്ടാന്ന് പറഞ്ഞേക്ക് നമുക്ക് ഈ TNT വെച്ച് ഉപകാരപ്പെടുത്തിയേക്കാം. ഓക്കെ ഈ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് TNTs കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു ലക്കി ബ്ലോക്ക് കിടക്കുന്നു. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് TNT കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് മൈനിങ് ഫ്ലാറ്റ് TNT. ഇതും ഫ്ലാറ്റ് ആക്കുന്ന TNT ആണ്. പക്ഷെ ഇതെന്താണ് അടിയിൽ ഇത് പക്ഷെ നമുക്ക് മൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. മലയുടെ അടുത്ത് കൊണ്ടേ കുത്തി വെച്ചിട്ടുണ്ട്. ഓ ഗുഹയൊക്കെ ഇത് ഓൾറെഡി ഉള്ളതല്ലേ. ഇതായത് ഉറുമ്പൊക്കെ വന്നോട്ടോ. പക്ഷെ നമുക്ക് മൈനിങ് ഫ്ലാറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഗുഹയുടെ ഉള്ളിൽ വന്നിട്ട് കത്തിച്ചോക്കാം. ഓക്കെ, ഇത് ഇവിടെ വെച്ചോക്കാം. മെമറോട്ടോ നോക്കി നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടു. ഓ ഗൈസ്, ഇത് ഓരൊക്കെ എടുത്തിരുന്നുണ്ട് നമുക്ക്. ഇത് സംഭവം സീനാട്ടോ. ഒറ്റ സാധനം മതി. ടോർച്ചൊക്കെ വെച്ച് തന്നിട്ട് അയ്യോ ഓക്കെ ടോർച്ചൊക്കെ വെച്ച് തന്നിട്ട് നമുക്ക് പണിയൊക്കെ എളുപ്പമാക്കി തരുന്നുണ്ട്. ഇത് സംഭവം സീനാണ്. ഇത് ശരിക്കത്തെ മൈൻഡ് ക്രാഫ്റ്റ്. ഇത് പൊളിക്കും ഗൈസ്. അടുത്താണ് കമ്പാക്ട് TNT. കമ്പാക്ട് TNT എന്താ ചെയ്യുന്നത് നോക്കി നോക്കാം. അയ്യോ വീണ്ടും TNT. ഓ ഗോഡ്, അതെ ഇവന്മാരൊന്നും പൊട്ടിയില്ലല്ലോ. സാരമില്ല, നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി കഷ്ടപ്പെടാൻ പാടുണ്ടല്ലോ കത്താനൊക്കെ. ഓക്കെ, ഇതാണ് കമ്പാക്ട് TNT ചെയ്യുന്നത്. ഒറ്റ TNT പൊട്ടിയിട്ട് 3-4 TNT പോകും. അടുത്താണ് ആനുവൽ TNT. ഇതെന്താ ചെയ്യാന്നുള്ളത് മിക്കവർക്കും മനസ്സിലായി കാണും. ലോകത്തില്ലാത്ത ആനിമൽസ് ഒക്കെ ഇവിടെ സ്പോണ്. ഇത്ര പേരുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് പോയി. കുറച്ച് ആനിമൽസിനാണല്ലോ സ്പോൺ ചെയ്തുള്ളൂ. അയ്യോ, ഓക്കെ നമുക്ക് 3 കൂടെ കത്തിച്ച് വെക്കാം.
വിചാരിച്ചു ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. പക്ഷേ വലിയ സീനില്ല, ആകെ കുറച്ച് അനിമൽസിനെ ഉള്ളൂ. അത് അവർ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ആക്സിലോട്ടിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓ ഇത് മറ്റേ കളർ ചടാ ചുന്ദര ആക്സിലോട്ടിലും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഓ അടുത്തതാണ് ഇൻട്രസ്റ്റിംഗ് വൺ, മീറ്റിയോർ. ഗൈസ് മീറ്റിയോർ TNT. മോനെ നമ്മളിന്ന് കത്തിച്ച് പൊളിക്കും. അയ്യോ ദേ വരുന്നു പൊട്ടി. ഓ ഗൈസ് അത് ഉണ്ടാക്കി ഡാമേജ് ഉണ്ട് നിങ്ങൾ. പക്ഷെ ഇത് കാണിക്കാൻ ഓൾറെഡി പൊളിഞ്ഞൊരു ഗുഹയിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയായില്ലേ. നമുക്ക് വേറെ സ്ഥലം തപ്പി ഇറങ്ങാം, അതാ നല്ലത്. ഇവിടെ ആവശ്യത്തിനുള്ള പണി ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ മലയുടെ മണ്ടയ്ക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. മീറ്റിയോർ TNT. ഗൈസ് ഇറ്റ്സ് ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ദേ വരുന്നു. അയ്യോ രോമാഞ്ചം. പക്ഷെ ഇത് നോക്കിയേ, വ്യൂ നോക്കിയേ, എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകുന്നു. ഓക്കെ ഗൈസ് അടുത്തതാണ് സ്പൈറൽ TNT. ഇതന്നെ. ഇത് വെർട്ടിക്കൽ TNT അല്ലേ? അയ്യോ ഇവൻ്റെ ബോംബ് എറിയുന്ന. ഓക്കെ സ്പൈറൽ TNT ആക്ച്വലി വാക്ക് വലിച്ചിരിക്കുന്നത് സംഭവം സ്പൈറലായിട്ട് തന്നെ കേട്ടോ പോകുന്നത്. ഞാൻ കളിയാക്കാൻ വരുമായിരുന്നു, പക്ഷേ അത് സംഭവം കൊള്ളായിരുന്നു. അടുത്തതാണ് ഇത് ഇറപ്റ്റിംഗ് TNT. ഇറപ്റ്റ് ചെയ്യാൻ പറ്റുന്ന TNT എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കിയേക്കാം. മോനെ ഇത് റോക്കറ്റും മോനെ എന്ത് വിഷു. അത് പൊളി സാധനം കേട്ടോ. ഇത് നമുക്കല്ലേ 2 3 അല്ലേ 5 നാട്ടുകാരൊക്കെ പറയാറുണ്ട് പ്രാന്താന്ന്. നോയിക്കോ ഇത് ദൂരെന്ന് കാണാം. മോനെ വിഷു ദീപാവലി മോനെ സുന്ദരം. നോക്ക് ഗൈസ് എൻ്റെ ലാപ്ടോപ്പ് കത്തുന്നു ഗൈസ്. ഓക്കെ അപ്പോൾ ഇറപ്റ്റിംഗ് TNT നമ്മൾ നല്ല സുന്ദരമായ ഒരു 4 എണ്ണമായി പൊട്ടിച്ചോട്ടു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ, 4 എണ്ണല്ലേ. നമുക്ക് ഇവിടെ നിങ്ങൾ പോയേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ കരഞ്ഞില്ലാണ്ടാവും. അടുത്താണ് ഇത് ഗ്രൂവ് TNT. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ മറ്റേ കുറേ മരക്കം മുളച്ച് നിൽക്കുന്നതല്ലേ. സൺസെറ്റൊക്കെ ആവുന്നുട്ടോ. കെട്ടണക്കിന് മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്താണ് അത് ടൈമർ TNT. ഇതെന്ത് രാത്രി ആക്കുമോ ഇനി? ഞാനിപ്പോൾ രാവിലെ ആക്കിയുള്ളൂ കഷ്ടപ്പെട്ടിട്ട്. ഇവരൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ വിചാരിച്ച ഒരു തേങ്ങ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അത് ക്ഷമയും കൂടി ഇല്ലാണ്ടാക്കി, പെട്ടെന്ന് കിടന്ന് പൊട്ടുകയും ചെയ്തു. ആൻഡ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് സെറ്റ് ഓഫ് TNT ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ഡിഗിങ് TNT. കുഴിക്കാൻ ഉപയോഗിക്കുന്ന TNT ആണ്. നമുക്ക് കിണർ കുഴിക്കാൻ മറ്റേ വന്നിട്ട് മതി, അതന്നല്ലേ. ഇത് കൊള്ളൂല ഗൈസ്. ഇവൻ എത്ര ദൂരം പോയി നോക്കിയിട്ട് വരാം നമുക്ക്. 28 ഒരു 88 കൂട്ടാം. അപ്പോൾ ഒരു 60 കുത്തി ഇളക്കുന്നുണ്ട്. ഓക്കെ 60 ബ്ലോക്സ് താഴത്തോട്ട് പോകുന്നുണ്ട്. വലിയ സീനില്ല. നമുക്കിതൊക്കെ എന്തിന്, നമുക്കിവിടെ വേറെ ആരാണ്ടുണ്ടല്ലോ. അവൻ്റെ പേര് സ്പിയർ TNT. അവനാണ് നമുക്ക് കുത്തി ഡ്രില്ലിങ് TNT ആയിരുന്നു ഇത്. ഡ്രില്ലിങ് ആള് സീനാട്ടോ. ആള് ഇവിടേക്ക് എത്തിച്ചു. നമുക്ക് നോക്കിയാൽ -10 എത്തി, -11 എത്തിയിട്ടുണ്ട്. 87 അവിടെ വരെയൊക്കെ എത്തുമെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്. അത് വല്ലാത്തൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എത്തി എന്നുള്ളത് കൂട്ടാൻ എനിക്ക് കുറച്ച് കണക്കൊക്കെ ഭയങ്കര എളുപ്പമായതുകൊണ്ട് നമ്മൾ പരിപാടിക്ക് നിൽക്കുന്നില്ല. ഓക്കെ ഇത് സ്പിയർ TNT അതിൻ്റെ ഇടയ്ക്ക് സ്പിയറാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ്. ഇതൊക്കെ തലമറിക്കോ? അയ്യോ
ഇതാരിത് ഇതാരിത് മണ്ടയ്ക്കൊരു ഐലൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കെന്തോ അറിയില്ല, ഒരു ബുദ്ധി അങ്ങോട്ട് ഉദിച്ച് മോശൻ്റെ ആയിട്ട് അതിനെ മണ്ടയ്ക്ക് വെച്ച് അങ്ങോട്ട് പൊട്ടിക്കുക. നമുക്കിവിടെ പ്രളയമാണ് കേസ്, പ്രളയം തീർന്നാച്ച്, എല്ലാം പോയാച്ച്. ഈ വേൾഡ് മൊത്തത്തിൽ വെള്ളത്തിൽ കുളിപ്പിച്ചിരിക്കുന്നു കഴിച്ച്. ഈ വെള്ളം ഇവിടെ ഉണ്ടാവോ? ഫുള്ള് വെള്ളം ഉണ്ടോ? ഓ ഇതൊക്കെ ആളാ മോനെ, ഇത് സീനായിരിക്കും. ഇപ്പോൾ മൈനിങ് ഫ്ലാറ്റോ അങ്ങനെ ഒരു TNT ഇല്ലേ? ഓ ഞാൻ കളയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക്. ഹെൽഫയർ TNT ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കാം. ഓ അത് നോക്ക് ഗൈസ്, അത് നോക്ക് ഗൈസ്, ഇത് എന്തിൻ്റെ കുഞ്ഞാടെ ഇത്? അയ്യോ ഇതേ വെള്ളമൊക്കെ വരുന്നു. ആ ഹെൽഫയർ സൂപ്പറായിട്ടുണ്ട്. ഓ നമ്മൾ എന്തൊക്കെയാ ഇവിടെ പണിത് വെച്ചിരിക്കണേ, കഴിവേറുകൾ തന്നെ. അപ്പം നമുക്കത് ഇവിടുന്ന് മെല്ലെ കൂടെ മുങ്ങിയേക്കാം. ഇനി അവിടെയും കൂടെ ബാക്കിയുള്ളൂ. ഗൈസ് മാപ്പിൽ നോക്കിയ ഗൈസ് നിങ്ങൾ മാപ്പ്, അയ്യോ ഇത് മാപ്പ് എങ്ങനെ കാണിച്ചിട്ട്, ഇത് ലെഫ്റ്റിൽ കാണുന്ന മാപ്പ് ഉണ്ടോ? ആ സാധനത്തിൽ നോക്കി ഇത് എങ്ങനെ കാണുന്നത്, ഒരു വട്ടം. ഓക്കെ നെക്സ്റ്റ് TNT വെറും ഫയർ TNT. ഓക്കെ നരകത്തിലെ തീ കഴിഞ്ഞ് നമ്മൾ വെറും തീ കാണാൻ വേണ്ടി പോവാണ്, അതും ജംഗിളിൽ വെച്ച്. ഇത് കണ്ടോ, നമ്മൾ മറ്റേ പൂക്കുറ്റി കത്തിക്കുകയാണ്. പൂക്കുറ്റി ഈ ജംഗിൾ മൊത്തം കത്തിച്ചിരിക്കുന്നു. അടുത്താണ് സ്നോ TNT ഇവിടെ തന്നെ വെച്ച് കത്തിക്കാം. മരങ്ങൾക്ക് കേടില്ലല്ലോ, നമ്മൾ നന്മ മരങ്ങളെ എന്ത് ചെയ്യാൻ, നമ്മൾ എത്തിച്ച തീ നമ്മൾ തന്നെ അണയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ പണയോ അത് വെച്ചിട്ട് ഇരാവശ്യം ഉണ്ടായില്ല. അതായിരുന്നു സ്നോ TNT. അടുത്താണ് ഈ ഫ്രീസ് TNT. നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രീസ് TNT ഫ്രീസൊക്കെ വേണ്ടി പോവാണ്. സോ ഫ്രീസ് TNT ഫ്രീസ്. അയ്യേ അടുത്താണ് ആരോ TNT കത്തിക്കാൻ വേണ്ടി പോവാണ്. കുറച്ചങ്ങ് മാറി നിന്നേക്കാം. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതോ? ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. നമ്മളെ മേത്ത് എന്തെങ്കിലും തട്ടിയുണ്ടോ? ഒന്നും തട്ടിയിട്ടില്ല, കാരണം നമ്മൾ മറ്റേ എന്തിനാ പറയുന്നു, ക്രിയേറ്റീവ് മോഡിലാണ്. ഓക്കെ അതുകൊണ്ടാണ്. എന്ത് ചെയ്യാനാ, ബോധമൊക്കെ കൂടിയുണ്ട്, എല്ലാം പെട്ടെന്ന് വന്നായിരുന്നു. ഓ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ചുമ്മാ തീ സാധനം ഇവിടെ നോക്ക്. അയ്യോ എന്തത്, അയ്യോ ഓ കത്തിപ്പോന്നാണെന്നോ കേട്ടത്. അപ്പൊ താഴ്ചക്ക് വീഴണോ? എങ്ങനെയാണ് ഈ മരം കത്തിയാലോ? ആരോ കത്തത്തില്ലേ, അത് സംഭവം. വെപ്പറൈസ് TNT ഇതെന്ത് വെള്ളമൊക്കെ വലിച്ചെടുക്കുമോ? എന്താ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് പിടിച്ച് നോക്കാം. അതൊന്നല്ല, വെള്ളത്തിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചാലും കത്തോ TNT. ഓക്കെ നോക്കാം. വെള്ളം വലിച്ചെടുക്കുന്ന TNT ആണ് വെപ്പറൈസ് TNT. അടുത്താണ് ഗ്രാവിറ്റി TNT. ഗ്രാവിറ്റി TNT എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും വേണ്ടി വരും. അതെ കുറച്ച് പന്നിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇതുമാരെ എടുത്തേക്കാം. ഗ്രാവിറ്റി എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നതിനാണോ എന്തോ. ആ അറിയാമായിരുന്നു എനിക്ക്. അയ്യോ ഇവന്മാർ തിരിച്ച് അതേ വരുന്നത് വരുന്നു. അയ്യോ തിരിച്ചു പോവോ? അതേ പോയി. അതെന്താ ഓ റെസ്റ്റ് ഇൻ പീസ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും അടുത്ത TNTയിലൂടെ എടുക്കാം. ലൈറ്റ്നിങ് TNT കത്തിച്ചിട്ട് ഒറ്റ ഓട്ടം. ഇതൊന്ന് തീരാത്ത അതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ, ലൈറ്റ്നിങ് TNT. അടുത്താണ് ഓ ഗൈസ് ഗ്രാവിറ്റി TNTയുടെ കൂടെ പറഞ്ഞു പോയതാണ്, തിരിച്ചെത്താൻ കുറച്ച് ലേറ്റ് ആയിന്നുള്ളൂ അല്ലേ. അല്ലയുടെ കുട്ടാ ഒന്നും കൂടെ ഗ്രാവിറ്റിയുടെ കൂടെ വിട്ടാലോ ഗൈസ്, അപ്പം ഡെഡ് ആവും. വീണ്ടും റെസ്റ്റ് ഇൻ പീസസ്. ക്രൂരത ക്യൂബിക് TNT. അയ്യോ അതവിടെ ആയിരുന്നു, ഞാൻ വിചാരിച്ചെല്ലാം കൂടെ പൊട്ടി വീഴും.
ഇതിനായിരുന്നു ക്യൂബിക് TNT. എന്ത് കൊപ്പാണ് ഫ്ലോട്ടിങ് TNT. ഇതെന്താ പറന്നു പോകും? ആ പറന്നുകൊണ്ട് പോട്ടെ എങ്ങനെയും പോട്ടെ. ഓ ഗൈസ്, അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. സീരിയസ്ലി അത് സംഭവം സീനായിരുന്നു കേട്ടോ. അത് നമ്മൾ വിചാരിക്കില്ല ഫ്ലോട്ടിങ് TNT ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. സംഭവം സീനായിരുന്നു. TNT ഫയർ വർക്ക്. അപ്പോൾ നമുക്ക് മറ്റേ TNT അല്ല വേറൊരു TNT വെച്ചിട്ട് ആരിത്? ഓ ഓ ഓ ഓ ഇതാരിത്? ഇതെന്താ അതിൻ്റെ കുഞ്ഞോ? ഓ ഓ ഓ ഗൈസ്, ഫ്രീ ഫയറിലെ ഗണ്ണൊക്കെ അതേ നിൽക്കുന്നു. കൂടുതൽ ചളി അടിക്കുന്നില്ല, ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്യും. TNT ഫയർ വർക്ക്. അയ്യോ ഇതായിരുന്നാ? ഞാൻ ഇപ്പം തന്നെ പാട്ട് പാടി. മോനെ ഗൈസ്, അടുത്ത ദിവസമായിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മുടെ ഈ ദിവസത്തെ ലാസ്റ്റ് 2 TNTകൾ പൊട്ടിയാണ്ട് പോവാണ്. ദ ഫസ്റ്റ് TNT ഓഫ് ദ ലാസ്റ്റ് TNT ഈസ് ദ ബ്രിക്ക് എന്തായിരുന്നു? ഹൗസ് TNT. ഗൈസ്, നമുക്ക് ബ്രിക്ക് ഹൗസ് TNT ഒരു ബ്രിക്ക് ഹൗസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വാട്ട് ഹൗസ്, ബ്യൂട്ടിഫുൾ, വാട്ട് എ ബ്രില്യൻറ്റ് ഹൗസ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രിക്ക് ഹൗസ് TNTയുടെ സൂപ്പറായിട്ടുള്ള ഒരു റിവ്യൂ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ സാൻഡ് ഫയർ വർക്ക്. ഫയർ വർക്കിന് ശേഷം സാൻഡ് വെച്ചിട്ടുള്ള ഫയർ വർക്ക് ഇവിടെ കാട്ടിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല, പക്ഷേ സൂപ്പർ സാധനമായിരുന്നു. കാരണം അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുമാതിരി ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക ഗൈസ്, ഉടനത്തെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.